ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റ് ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഇതിനു വേണ്ടി ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 6-7 ടേബിൾ സ്പൂൺ. ഇനി കാഷ്നട്ടും കൂടെ ചേർക്കണം. ഞാനിപ്പം 8 കാഷ്നട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേക്കുമായിരുന്നു. ഇതൊന്ന് കുതിർന്നിട്ടുണ്ട്, അപ്പോൾ ഇതും ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നിറച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കണം. 2 നുള്ളു പെരുംജീരകം, ചെറിയ 2 ബേ ലീഫ്, 1 ഏലക്ക, ചെറിയൊരു പീസ് പട്ട, പിന്നെ തക്കോലത്തിൻ്റെ ഒരു 1/4 ഭാഗം, ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ, പിന്നെ 2 ഗ്രാമ്പു. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം, മീഡിയം ഫ്ലെയിമിലൊക്കെ. ഇപ്പോൾ ഈ പെരുംജീരകത്തിൻ്റെ നിറമൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീഡിയം സൈസിൽ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്നിട്ടുണ്ട്, നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് എരിഞ്ഞത്. ഇതൊക്കെ വഴന്നിട്ടുണ്ട്, നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം, പൊടികളുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. നിങ്ങൾ 1 കിലോ എടുക്കുകയാണെങ്കിൽ എല്ലാം ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി, ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇതിലോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചൂടുവെള്ളം 2-3 ടേബിൾ സ്പൂണൊക്കെ. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ഒട്ടും പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ കുറുമയ്ക്ക് പുളിയായി പോവും. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, കുറച്ച് മല്ലിയില. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചെറിയ ചൂടുവെള്ളം. 1-1.25 കപ്പ് ഒഴിച്ചു കൊടുക്കാം. മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റും കൂടെ ഒക്കെ വേണ്ടി വരും. ഓരോ ചിക്കൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ നോക്കി വേവിച്ചാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അത് ഒഴിക്കാം. ഒരുപാട് വേണ്ട, കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങണം. ഒരുപാടങ്ങ് തിളയ്ക്കരുത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം, അടച്ചു വെക്കണ്ട ഇനി. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നേരമെങ്കിലും വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയും കൊടുക്കണം, എങ്കിലേ ഉള്ളൂ അതിൻ്റെ പച്ചമണമൊക്കെ പോയി കാഷ്നട്ട് പേസ്റ്റൊക്കെ ഒന്ന് കുറുകി വരത്തുള്ളൂ. ഇത്രയും മതി. ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, ഗ്രേവിയൊക്കെ പാകത്തിന് കുറുകിയിട്ടുണ്ട്. ആറുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാകും. ഈ ഒരു സ്റ്റേജിലിരുന്നാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുറുമ ഇത്
അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്